ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഹ് ആഹ് ഞാൻ ഇന്ന് എനിക്ക് സംസാരിക്കാൻ തോന്നുന്നത് ദിലീപ് വിഷയത്തിനെ കുറിച്ചാണ്. ദിലീപ് വിഷയം കത്തി നിൽക്കുന്ന ഒരു സമയമാണത് അല്ലേ. കുറെ കാലങ്ങളായിട്ട് അത് ഇങ്ങനെ ഇരിക്കുന്നു. 5-8-9 വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്. മാധ്യമ വിചാരണയും പോലീസ് വിചാരണയും രാഷ്ട്രീയ വിചാരണയും അങ്ങനെ ഒരുപാട് വിചാരണകൾ ഇതിൻ്റെ അകത്ത് നടന്നു. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, എനിക്ക് ദിലീപിന്റെ കാര്യത്തിൽ എനിക്ക് ദിലീപിനോട് പ്രത്യേകമായിട്ടുള്ള ദിലീപ് എന്ന നടനെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പലരും പല രീതിയിലായിരിക്കും ഈ ഒരു വീഡിയോനെ സമീപിക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എടുക്കുക. അപ്പൊ ദിലീപിനെ ഒരു നടൻ എന്ന രീതിയിൽ എനിക്ക് ഇഷ്ടമാണ്. ദിലീപിനെ പറ്റി ആദ്യം പറയുകയാണ് കേട്ടോ. അപ്പൊ ദിലീപ് എന്ന് പറയുമ്പോൾ എന്നാൽ ഈ ഒരു കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ ഈ ഒരു അതിജീവിതയ്ക്ക് നടിക്കെതിരായ അല്ലെങ്കിൽ ആ ഒരു പീഡന അതുപോലെ ഈ കേസിന് ആസ്പദമായ സംഭവത്തിനെ പറ്റി ചോദിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് ദിലീപിനെ പറ്റി, ദിലീപിന്റെ ഇൻവോൾവ്മെന്റിനെ പറ്റിയോ ദിലീപിന്റെ നിരപരാധിത്വത്തിനെ പറ്റിയോ ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കതിന്റെ കൃത്യമായിട്ടുള്ള എവിഡൻസസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതേവരെ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം കോടതി വിധിയെ അംഗീകരിക്കുക, അല്ലെങ്കിൽ അതാണ് സത്യം, അല്ലെങ്കിൽ അതാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഞാൻ ചെയ്യുന്നത്. സോ എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ, എന്താ പറയുക, ഈ ഒരു കേസിൽ ഇൻവോൾവ് ആവരുതേ എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ആയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇപ്പം ആ ഒരു കോടതി വിധി അങ്ങനെ വന്നപ്പോൾ അതും എൻ്റെ വിശ്വാസത്തിന് ബലപ്പെടുത്തുന്നു. എന്നാൽ ദിലീപ് ഒരു പ്രതിയാണ് എന്ന് പറഞ്ഞ് ഭാവിയിൽ ഒരു തെളിവൊക്കെ വന്ന് വലിയ ഇഷ്യൂ ആയി അങ്ങനെയൊക്കെ ഞാൻ അതിനെ അംഗീകരിക്കും. എനിക്കതിൽ അന്നേരം ഞാൻ ദിലീപിനെ ന്യായീകരിക്കാൻ പോവില്ല. എന്നാൽ ഇതൊരു ന്യായീകരണമോ അല്ലെ, എന്താ പറയാ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ന്യായീകരണമോ അല്ലെങ്കിൽ ദിലീപിനെ വെള്ളപൂശാനോ ഒന്നും എനിക്ക് വേണ്ടിയിട്ടില്ല. എൻ്റെ അഭിപ്രായങ്ങൾ, അത് ഒരുപാട് പേര് പല രീതിയിൽ അഭിപ്രായം പറയാം. എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഈ ഒരു വിഷയം തുടങ്ങിയ സമയത്ത് തന്നെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ, അത് തന്നെയാണ് ഏറ്റവും വലിയ ഈ ഒരു കേസിന്റെ നാൾവഴിയിൽ ഏറ്റവും വലിയൊരു അബദ്ധമായി ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി, ദിലീപ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ഒരു വ്യക്തിയെ തെളിവുകളുടെ അഭാവത്തിൽ തെളിവ് നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലടക്കുക, അതായത് 41-42 ദിവസം ദിലീപ് ജയിലിലായിരുന്നു. ജയിലിലടക്കുക എന്ന മഹാവൃത്തികെട്ട പരിപാടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാണ്. ഞാൻ ഒരുപക്ഷെ നിരപരാധി, ഞാൻ ചിലപ്പോൾ കുറ്റവാളിയായിരിക്കാം. ഒരുപക്ഷെ നിരപരാധിയാണെങ്കിൽ എൻ്റെ അവസ്ഥ എന്താ? 42 ദിവസം ഞാൻ ഒരു കാരണമില്ലാണ്ട് ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയാണ്? ചിലപ്പോൾ ഞാൻ കുറ്റവാളിയായിരിക്കാം, ചിലപ്പോൾ ഞാൻ നിരപരാധിയായിരിക്കാം. ദിലീപിന്റെ കാര്യമല്ല പറയുന്നത്, ഒരു ജനറൽ കേസ് എടുക്കുകയാണ്. സംശയത്തിന്റെ പേരിൽ മാത്രം ഒരു വ്യക്തിനെ പിടിച്ച് അയാൾ തെളിവ് നശിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് ജയിലിൽ അടയ്ക്കുക എന്നുള്ള ശരിയായ രീതിയല്ല. അന്ന് പ്രോസിക്യൂഷൻ അതിന് നിരത്തിയ വാദങ്ങൾ, ഇദ്ദേഹം വലിയ നടനാണ്, സമൂഹത്തിൽ ഒരുപാട് വിടുപാടുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തെളിവുകൾ നശിപ്പിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇതാക്കി. അതെന്നെ ഒരു ഭയങ്കര മോശപ്പെട്ട ഒരു സംഭവമായിരുന്നു. അത് കോടതി ഒരുപക്ഷെ അന്ന് അംഗീകരിച്ചു. എന്താ പറയാ, അദ്ദേഹത്തിന് തെളിവുകൾ കളക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ദിലീപിനെതിരെ തെളിവുകൾ കളക്ട് ചെയ്യുന്നതിന് അയാളെ പിടിച്ച് ജയിലിലിട്ടു. ആദ്യത്തെ തെറ്റ്. അങ്ങനെയുള്ള പല തെറ്റുകളും ഈ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്നിട്ടുണ്ട്. പലരും ചൂണ്ടിക്കാട്ടുന്ന ഒന്നാണ് ബാലചന്ദ്രകുമാറിന്റെ ഏറ്റുപറച്ചിലുകൾ, അതുപോലെ പൾസർ സുനി ദിലീപിനെതിരെ പറഞ്ഞത്, പിന്നെ ദിലീപ് പൈസ കൊടുത്തില്ല പൾസർ സുനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയൊരു ഹീനമായൊരു കൃത്യം നടത്തിയിട്ട്, ആ കൃത്യം നടത്തിയ വ്യക്തിക്ക് ആ കൃത്യം നടത്തിയ വ്യക്തിക്ക് പൈസ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ദിലീപ് ചെയ്യോ? ദിലീപിന്റെ ടൈമിൽ ഒരുപാട് പൈസ ഉണ്ട് ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ദിലീപിന്റെ ടൈമിൽ ഒരുപാട് പൈസ ഉണ്ട്. ഒരുപാട് സിനിമകൾ, പിന്നെ പ്രൊഡക്ഷൻ, മൂവി, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ദിലീപ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ദിലീപിന്റെ ടൈമിൽ അതിനുള്ള പൈസ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഇത്രയും ഹീനമായൊരു കൃത്യം ഒരാളെ ഏൽപ്പിച്ചിട്ട് അയാൾക്ക് പൈസ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരം ദിലീപ് ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ദിലീപിന് എല്ലാവരും പറയുന്നത്, ഇപ്പോൾ മാധ്യമങ്ങളായിക്കോട്ടെ, പോലീസുകാർ, അയാൾ ക്രൂക്കഡാണ്, അയാൾ മറ്റതാണ് മറിച്ചാണെന്ന്, എന്താ പറയുക, കൂർമ്മ ബുദ്ധിയുള്ള ആളാണ്. അപ്പം അത്രയും ബുദ്ധിയുള്ളവരിൽ ഇത്രയും വലിയൊരു മണ്ടത്തരം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പിന്നെ പറയാനുള്ള ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തി ഇപ്പോൾ മരണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. അതായത് ഞാൻ ദിലീപിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആളവിടെ TV ഇങ്ങനെ ഇട്ട് കാണുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ആരാണ്? ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി അത്രയ്ക്കും അടുപ്പമുള്ള, ദിലീപിന്റെ ക്ലോസ് ആയിട്ട് അങ്ങനെ ഒരു സംവിധായകനായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കാലം സിനിമകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി ദിലീപ് എപ്പോഴെങ്കിലും അങ്ങനെ ഇത്രയും സംഭവം, ഈ വീഡിയോ കാണുന്നതിന് വേറൊരു സംഭവം, ഇത്രയും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള, ഭയങ്കര എക്സ്പ്ലോഷൻ ഉണ്ടാക്കിയിരിക്കുന്ന, സ്വന്തം ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒരു കാര്യം
ഒരു സ്വന്തം ടി വിയിൽ വിശ്രമ മുറിയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ പിന്നെ ടി വി വെച്ച് അതിൻ്റെ അതിന് തിയേറ്റർ ഇതിൽ സിനിമ കാണുന്നതിനോട്ട് ഒരു വ്യക്തി കാണും എന്ന് വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട്. കാരണം വെച്ചാൽ ഈവൻ അങ്ങനെ കണ്ടെന്നിരിക്കട്ടെ, അത് നാട്ടുകാരെ മൊത്തം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആര് വന്നാലും വീട്ടിൽ നിന്ന് ആര് കയറി ഞാനൊക്കെ നമ്മളെ കേസിൽ വെച്ച് നമ്മൾ എങ്ങനെയാ ചെയ്യുക? അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനാണോ ദിലീപ് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ശരിയല്ലേ? ഒരാള് ഇങ്ങനത്തെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം കാണുമ്പോൾ ടി വിയിൽ ഫുള്ള് ഇട്ടിട്ട് ഞാൻ വാതിലൊക്കെ ക്ലോസ് ചെയ്യും. ഞാനാ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ വാതിലൊക്കെ ക്ലോസ് ചെയ്യും. എന്തെങ്കിലും രഹസ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരെയും അങ്ങോട്ട് കേട്ടില്ല, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബക്കാരനെയാണെങ്കിൽ കൂടി എൻ്റെ എന്താ പറയാ സ്വന്തം അനുജൻ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അനിയത്തി വന്നു കഴിഞ്ഞാലും ആര് വന്നു കഴിഞ്ഞാലും ഞാൻ പിന്നെ അങ്ങോട്ട് കേട്ടില്ല. കാരണം വെച്ചാൽ അത് എൻ്റെതായിട്ടുള്ള ഒരു വിഷയമാണ്. അത് പുറത്തു പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പുറത്തു പോകാന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ കണ്ടു, അതുപോലെ പല കാര്യങ്ങളും ദിലീപിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരോടും ദിലീപ് ഇങ്ങനെ പറയുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി. അതായത് എല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ നാളെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തുകയാണ്, ഞാൻ അങ്ങനെ ഒരു മൂവ്മെന്റ്, അത് ഇവരൊക്കെ പുറത്ത് പറയും. ഇത് പലരും ഇങ്ങനെ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ദിലീപ് അത് ചെയ്തു, ദിലീപിന് ഇത് അയച്ചു കൊടുത്തു. ദിലീപ് പൾസർ സുനി ഒരു ലൊക്കേഷനിൽ പൾസർ സുനി ബാക്കിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ, അവിടെ ദിലീപ് വേറൊരാളുടെ കൂടെ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ കാര്യം. അതുകൊണ്ട് ദിലീപിന് പൾസർ സുനി ഒരു ബന്ധമുണ്ട്, പൾസർ സുനി വേറെ ആരെയും കാണാൻ വന്നതായിക്കോട്ടെ. ഇങ്ങനെയൊക്കെയാണ് ഈ കേസിന്റെ നാൾ വഴികളിൽ ദിലീപിനെതിരായിട്ടുള്ള ആ ഒരു വഴിതിരിച്ചു വിടൽ നടന്നിരിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഒരു പ്രതി അല്ലെങ്കിൽ ഒരു വ്യക്തി കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ അയാളെ വിട്ടയക്കപ്പെടുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. കാരണം ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ദിലീപിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ഒരു സംശയമുന തന്നെയാണ്. കാരണം ആ ഒരു പലരും പറയുന്നുണ്ട് മറ്റേ ഒരു ലേഡി, അതായത് ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത്. ആ ലേഡീനെ പറ്റി എവിടെ ഒരു റെഫറൻസും ഇല്ല. എല്ലാവരും പറഞ്ഞത് കാവ്യമാധവനാണ്, കുറെ ആൾക്കാർ പറഞ്ഞു വേറെ ആരോ ആണ്, ഇങ്ങനെയാണെന്നതാ. ആ വീഡിയോയിൽ തന്നെ ലേഡി സംസാരിക്കുന്ന ഇതുണ്ട്, ആ ലേഡി ആരാന്ന് നമുക്ക് മനസ്സിലായില്ല. ആ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് മെല്ലെ മെല്ലെ, അധികം തിരക്ക് കൂട്ടണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ഒരു വ്യക്തി പറയുന്നുണ്ട് അതൊരു ലേഡിയുടെ വോയിസ് ആണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പൾസറിന് വീഡിയോ കോളായിരുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ആ ലേഡി എവിടെ? അതൊക്കെ ഈ കേസിൽ ഒരു ലൂപ്പ് ഹോൾ അല്ലേ? അപ്പോൾ ആ ലേഡിനല്ലേ ആദ്യം കണ്ടെത്തേണ്ടത്. അത് ലൈവായിട്ട് അതിന് നേതൃത്വം കൊടുത്ത ആ വ്യക്തിനല്ലേ ആദ്യം കണ്ടെത്തേണ്ടത്. അതൊന്നും ഇവിടെ കണ്ടെത്തിയിട്ടില്ല. ആരാന്ന് പോലും പിന്നെ ആരും ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ ദിലീപ് എന്ന് പറയുന്ന ഒരു ഹൈ പ്രൊഫൈൽ പേര് ഇതിനകത്തേക്ക് വരുന്നു. അപ്പോൾ അയാളെ ചുറ്റിപ്പറ്റി അയാളാണ് കുറ്റവാളി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇതാക്കുകയാണ്. നിങ്ങൾക്കറിയാം TP ചന്ദ്രശേഖരൻ മതി, അത് ആരാ ജയിച്ചെന്നുള്ളത് ഇവിടെ പകല് പോലെ പൂച്ചയ്ക്കും വരെ ഇതാണ്. പക്ഷെ അദ്ദേഹം നമ്മളുടെ മുഖ്യമന്ത്രിയാണ്. അതൊരു രാഷ്ട്രീയ കൊലപാതകം എന്നുള്ള കണ്ടീഷനിൽ അത് വേറൊരു വഴിക്ക് പോയി. അദ്ദേഹം ഏതെങ്കിലും ഒരു ദിവസം അതിനുവേണ്ടി ചെലവിൽ ജയിലിൽ കഴിഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം അത് രീതിയിൽ, ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഈ രീതിയിൽ എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാദം വളരെ സ്പഷ്ടമാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദിലീപ് ക്രൂക്കഡാണെന്ന് പറയുകയും ചെയ്യും, ദിലീപിന് അപാര ബുദ്ധിയാണെന്ന് പറയുന്നത്, ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കും, ദിലീപ് കേസിനെ തന്നെ അട്ടിമറിക്കും, അത്രയ്ക്കും ഭയങ്കര ബ്രില്യൻ്റ് ആണെന്ന് ദിലീപിനെ പറ്റി പറയുന്നത്. എന്നാൽ ദിലീപ് കാണിക്കുന്ന മുഴുവൻ മണ്ടത്തരങ്ങളാണ്. ആ മണ്ടത്തരങ്ങൾ ദിലീപ് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപിനെതിരായിട്ടുള്ള തെളിവുകളായി പ്രോസിക്യൂഷൻ വാദങ്ങൾ നടത്തിയത്. അത് ശരിക്കും പറഞ്ഞൊരു വിരോധാഭാസം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അത്? ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ദിലീപിനെതിരെ പറയുക എന്ന് പറയുന്നത്, ദിലീപ് അത്രയും ക്രൂക്കണമെന്ന്, ഇത്രയും സെൻസിറ്റീവായ, ഇത്രയും ബുദ്ധിമുട്ടേറിയ ജീവിതം തന്നെ അല്ലെങ്കിൽ കരിയർ തന്നെ നശിച്ച് നാറാണ കല്ലെടുത്തു വന്നൊരു കാര്യം ഇത്രയും ഉത്തരവാദിത്ത ബോധമല്ലാണ്ട് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നൊരു മണ്ടനാണോ ദിലീപ്? എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒന്നുമില്ലായ്മയിൽ നിന്ന് മലയാള സിനിമയിലേക്ക് വന്ന് ഇവിടം വരെ എത്തി. ഓക്കെ, ആ മലയാള സിനിമയെ സ്വന്തം കയ്യിൽ കൊണ്ടുവരുന്നൊരു വ്യക്തിയാണ്, അങ്ങനെ തന്നെ വേണേൽ പറയാം. അങ്ങനത്തെ ഒരു വ്യക്തി അത് ഇത്രയും അബദ്ധങ്ങൾ കാണിക്കുക, അതും ഇത്രയും സെൻസിറ്റീവായ സ്വന്തം ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒരു കേസിൽ അബദ്ധങ്ങൾ കാണിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമാണോ? അതുപോലെ തന്നെ ഒരു കാര്യമാണ് പൾസർ സുനി ഇത്രയും ഇതായിട്ടുള്ള സമയത്ത് ജയിലിൽ നിന്ന് കത്ത് എഴുതിയിരിക്കുന്നത്. ഈ കത്ത് ജയിലിന്റെ പുറത്ത് പോവുകയും ചെയ്തു. ഓക്കെ ഇത് എത്തിയത് ആ കത്താണെന്ന് പുറത്തുപോയി. ഇതൊക്കെ എന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്? ഇത് ദിലീപിന്റെ അനിയന്റെ കയ്യിലാണ് കത്ത് എത്തിയതെന്ന് പറയപ്പെടുന്നു. ദിലീപിന്റെ അനിയൻ പുറത്തുവിട്ടാണ് കത്ത്. അതുപോലെ ദിലീപിന്റെ അനിയന്റെ ഒരു ഫോൺ സംഭാഷണം, ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ഫോണിൽ സംസാരിക്കുകയാണ് വേറൊരാളോട്, അദ്ദേഹം അത് റെക്കോർഡ് ചെയ്യില്ലേ? ആ കോൾ റെക്കോർഡും പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംശയം നിങ്ങൾക്ക് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവോ? ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ,
യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള വാദങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഈവൻ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് യുക്തിക്ക് നിരക്കാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സാക്ഷികൾ കൂറുമറിയത്, അതുപോലെ ദിലീപ് പിന്നെ പലരെയും സംസാരിച്ചുകൊണ്ട് ആ വാക്പാടവും കൊണ്ട് പലരുടെയും ദിലീപിന് അനുകൂലമാക്കിയത്. ഒബ്വിയസ്ലി നിങ്ങൾ ഒരു ദിലീപ് അത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാൻ പറയട്ടെ, ഒരു നല്ലൊരു മനുഷ്യൻ, ഇപ്പം ഞാനാണെങ്കിൽ ഞാനത് ചെയ്യും. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണത് ചെയ്യും. കാരണം വെച്ചാൽ നിങ്ങളൊരു കേസിൽ അകപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ നിരപരാധി ആയിക്കോട്ടെ കുറ്റവാളി ആയിക്കോട്ടെ, ഒബ്വിയസ്ലി നിങ്ങൾ നിരപരാധിയാണെന്ന് വെച്ചോളൂ. ദിലീപിന് ആ ഒരു കേസിൽ നോക്കാം, ദിലീപ് നിരപരാധിയാണെന്ന് വെച്ചോളൂ. ദിലീപിന് എങ്ങനെയെങ്കിലും കേസ് നൂരണം, സ്വന്തം ജീവിതം രക്ഷിക്കണം, സ്വന്തം കുടുംബത്തിനെ രക്ഷിക്കണം. ഓക്കെ, അങ്ങനെ ചിന്തയുള്ള ഒരു വ്യക്തിക്ക്, സ്വന്തം ബിസിനസ് സാമ്രാജ്യത്തിനെ രക്ഷിക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയെങ്കിലും കേസ് നൂരാനാണ് അയാൾ നോക്കുക. അതിനുവേണ്ട എല്ലാ പരിപാടിയും അയാൾ ചെയ്യും. അയാൾ ആരും തട്ടിയിട്ടും കൊന്നിട്ടും ഒന്നല്ലല്ലോ ഇവിടെ എത്തിച്ചത്. അയാൾ ശരിയായ രീതിയിൽ അയാൾക്ക് പറ്റുന്ന രീതിയിൽ പലരുടെയും പിന്നെ മൊഴി മാറ്റിച്ചു, അതുപോലെ തന്നെ അവരോട് പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു, അങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊരു വ്യക്തി, ഏതൊരു മനുഷ്യൻ ചെയ്യുന്ന ഒരു സ്വാഭാവിക കാര്യം മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. അതുപോലെ തന്നെയാണ് ദിലീപ് അത്ര മോശക്കാരനൊന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ദിലീപ് അത്ര മോശക്കാരനൊന്നുമല്ല. ദിലീപ് സിനിമാ ഇൻഡസ്ട്രിയിൽ ദിലീപ് ഒരുപാട് സഹായങ്ങൾ പലർക്കും ചെയ്തിട്ടുണ്ട്. പലരും അവരെന്നെയാണ് വിളിച്ചു പറഞ്ഞത്. ഇങ്ങനെയുള്ള വീഡിയോകളിലൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ദിലീപിന്റെ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള അല്ലെങ്കിൽ സഹാനുഭൂതി ഒക്കെയാണ് സ്വന്തം സഹപ്രവർത്തകരോടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ദിലീപ് ഇത് എവിടെയും വിളിച്ചു പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പലരും അവിടെ ഇവിടുന്നൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളതാണ്. ഈ ഒരു കേസിന്റെ സമയത്തും ദിലീപ് ചർച്ചയായപ്പോഴും ഒക്കെ ആൾക്കാർ അവരവരായിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ്. അപ്പൊ ദിലീപ് അത്ര മോശപ്പെട്ട ഒരു വ്യക്തിയൊന്നുമല്ല. ദിലീപിന് ഒരു നടിയുമായി വിരോധമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഈ അതിജീവിത എന്ന് പറയുന്ന വ്യക്തിയുമായി വിരോധമുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒക്കെ ശരിയാണ്. ഓക്കെ, അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. കാരണം റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇവർക്ക് ഒരുപാട് പങ്കുണ്ടായിരുന്നു, അതുപോലെ ഇവർക്ക് അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ടുള്ള ചില പേഴ്സണൽ ഇഷ്യൂസ് ഇവരുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ വേണം കരുതപ്പെടാൻ. ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ ഈ ഒരു രീതിയിൽ നമുക്ക് പറയാം. കാരണം ദിലീപ് ഒരുപക്ഷെ ഈ വ്യക്തിയെ, ഈ അതിജീവിതയെ, പേര് ഞാൻ പറയുന്നില്ല, പേരെല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ പേര് പറഞ്ഞു പ്രശ്നമാക്കണ്ടല്ലോ ഞാൻ ഇഷ്ട. ഓക്കെ, അപ്പോൾ ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ അല്ലെങ്കിൽ ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഒരു പക്ഷേ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി വേറൊരു രീതിയിൽ അതിനെ വഴിതിരിച്ചു വിട്ട് സ്വന്തം ലാഭങ്ങൾക്കോ, അല്ലെങ്കിൽ പൾസർ സുനി ആരോടെയും പറഞ്ഞൂടെ, അതായത് ഇങ്ങനെ എനിക്കൊരു കൊട്ടേഷൻ കിട്ടി, അതായത് ദിലീപേട്ടൻ്റെ ഇങ്ങനെ ഒരു സംഭവമാണ്, അപ്പോൾ ഭാവനനെ ഒന്ന് ഭീഷണിപ്പെടുത്തണോ, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ വ്യക്തി, ആ ഒരു പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ അത് ആ പൾസർ സുനി അതുവഴി വേറൊരാൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒരു പ്ലാന് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഇത്രയും കാര്യങ്ങൾ ലീക്കായപ്പോൾ അതും ലീക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേറൊരാൾ ഇതിനകത്തേക്ക് ഇടപെട്ട് പൾസർ സുനിക്ക് കൂടുതൽ പണം കൊടുത്ത് ദിലീപിനെ നശിപ്പിക്കാനായി അത് വേറെ രീതിയിൽ വഴിതിരിച്ച് വിട്ടതും ആയിക്കൂടെ എന്നാണ് എൻ്റെ ചോദ്യം. മനസ്സിലായി? അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു വലിയൊരു വസ്തുതയുണ്ട്. ദിലീപ് കോടതിയിൽ നിന്ന് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ നോക്കി ദിലീപ് വീഡിയോ കാണണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ചിന്തിക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ ദിലീപാണ് ഈ കൊട്ടേഷൻ കൊടുത്തതെങ്കിൽ ആ വീഡിയോ എടുത്ത് വിത്തിൻ മിനിറ്റ്സ് ആ വീഡിയോ ദിലീപിന്റെ കയ്യിലെത്തിയിട്ടുണ്ടാവും. മനസ്സിലായോ? ദിലീപിന് കിട്ടുന്ന, അല്ലെങ്കിൽ ദിലീപ് അന്നേരം ഇന്ത്യയിലില്ലെങ്കിൽ കൂടിയും ദിലീപിന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈസിലി ആക്സസിബിൾ ആയിട്ട് സ്ഥലത്ത് മിനിറ്റുകൾക്കുള്ളിൽ വിത്തിൻ എ ഹവർ അത് അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ആൾക്കാർ പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം, ഇതിന് ശേഷമാണല്ലോ ഈ സംഭവം അറിയുന്നത്. ദിലീപ് ഈ ഒരു അതിജീവിത അപകടത്തിന് ശേഷം, ഈ ഒരു സംഭവം നടന്നതിന് ശേഷം അതിനെതിരായിട്ടൊരു സമ്മേളനം പോലെയൊക്കെ നടത്തിയിരുന്നല്ലോ അമ്മേന്റെ. അപ്പൊ അതിലൊക്കെ ദിലീപ് പ്രസംഗം, അന്നൊന്നും ദിലീപിനെതിരെ എന്താ പറയാ ആരും ചാടി വീണിട്ടൊന്നുമില്ല. മഞ്ജുവിന്റെ ആ പ്രസംഗത്തിന് ശേഷമാണ് ഇതാകുന്നത്. മഞ്ജു ആണ് ചെയ്തതെന്ന് ദിലീപ് പറഞ്ഞു എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് ശരിയല്ല. കാരണം ദിലീപ് മഞ്ജു പറഞ്ഞതിന് ശേഷമാണ് ഇത് വലിയൊരു ഇഷ്യൂ ആക്കിയത്. അതായത് മഞ്ജു ആണ് ഇതൊരു ഇഷ്യൂ ആക്കിയതെന്ന് ദിലീപ് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ടെങ്കിലും ആ രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എന്താ പറയുന്നത്, ദിലീപിനെതിരെ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്ന് ദിലീപ് പറയുന്നത്, ദിലീപ് അതിനെതിരെ ഒരു കേസ് മൂവ് ചെയ്യാൻ പോവാണ്. അപ്പം അതിലും സത്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ആയിരുന്നില്ല, നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷനിൽ പങ്കാളികളായിരുന്നില്ല. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി, ഒരു കുറ്റാരോപിതൻ എന്ന ആഗ്രഹം, അത് വലിയൊരു വ്യക്തിയാണെന്ന് വിചാരിച്ച് അയാൾ അങ്ങ് അടിച്ചാക്ഷേപിക്കുന്നത് തെറ്റാണ്. ഒരുപക്ഷെ അയാൾ നിരപരാധിയായിരിക്കാം. ഓക്കെ, ഒരുപക്ഷെ അയാൾ കുറ്റവാളിയായിരിക്കും. പക്ഷെ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ ഒരു തെളിവുകളും ദിലീപിന്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്ന് പറയുന്നത് സാഹചര്യ തെളിവുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് എവിഡൻസ് ഇല്ല ഒരാളെ കുറ്റവാളി എന്ന് പറയാൻ. അതിപ്പോൾ ഞാനൊരു ന്യൂസ് ചാനലൊക്കെ ഉണ്ട്, അതായത് ഗൂഢാലോചന തെളിയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ള ഒരിക്കലും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പല
അസംഷന്റെ പേരിലൊക്കെയാണ് ഇത് അങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ആൾക്കാർ പൾസർ സുനിയൻ ഇന്നലെ ഞാനൊരു ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്നുള്ള ഒരു അതിൻ്റെ ഒരു മാധ്യമപ്രവർത്തക പറയുന്നത് കേട്ടോ. അതായത് അവർ പൾസർ സുനിയുമായിട്ട് നിരന്തരം എന്താ പറയുക, ജാമ്യത്തിൽ ആ ഒരു സമയത്ത് പൾസർ സുനിയുമായിട്ട് അവരുടെ സബോർഡിനേറ്റ്സ് നിരന്തരം കോൺടാക്റ്റിലിരുന്നു. എന്താണ് പൾസർ സുനിയുടെ മാനസികാവസ്ഥ, എന്താണ് പൾസർ സുനിയുടെ അഭിപ്രായം ഇതിനെപ്പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പൾസർ സുനിയോട് ചോദിച്ച് മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ പൾസർ സുനി അതിൻ്റെ അത് പറയുന്നത് മലയാള സിനിമയിൽ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്, ആടെ പ്രശ്നമുണ്ട് ഇവിടെ പ്രശ്നമുണ്ട്, പക്ഷെ ആരും അങ്ങനെ അത് വലിയ ഇഷ്യൂ ആക്കാറില്ല. ഇത് വലിയൊരു ഇഷ്യൂ ആയി മാറി, ഒരു പക്ഷേ ഈ അതിജീവിതയ്ക്ക് അതങ്ങ് ഒത്തുതീർപ്പാക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇയാള് പൾസർ സുനി പറയുന്നത്. അപ്പൊ ഇതിലും വലിയ പൾസർ സുനി പറഞ്ഞാൽ ഞാനൊരു വെറും ഒരു ചെറിയൊരു ചങ്ങയാണ്, ഇതിന്റെ ഭീകരമായ സംഘങ്ങൾ വേറെ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ മലയാള സിനിമയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടേറിയ കാര്യം. അപ്പൊ അതിനൊക്കെ അങ്ങനെ ഒരു സംഭവം ആ ഒരു ഇതിപ്പോ ഇന്നലെ ഒന്നൊക്കെ ആയിട്ട് അത് റിലീസ് ചെയ്യുന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പൊ റിലീസ് കഴിഞ്ഞാൽ അപ്പൊ അത് ആ രീതിയിലൊരു അന്വേഷണം കേരള പോലീസ് നടത്താൻ തന്നെയാണ്. അല്ലാണ്ട് ദിലീപിന്റെ ചുറ്റുവട്ടത്ത് മാത്രം നിന്നിട്ട് ഒരു വ്യക്തിനെ മാത്രം ഇതാക്കിയിട്ട് ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ദിലീപിനെ വെള്ളപൂശാനല്ല. ഞാൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ദിലീപിനെ നിരപരാധിയായിട്ട് മാറ്റുന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചതെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ വിശ്വാസമാണ്, കാരണം അതാണ് പിന്നെ സത്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ചുറ്റുവട്ടം നടന്നിരിക്കുന്ന സംഭവ വികാസങ്ങളൊന്ന് കൂട്ടി യോജിപ്പിച്ച് അതിന്റെ കുറച്ചുകൂടി യുക്തിപരമായി ചിന്തിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത് ദിലീപ് ഇതിനകത്ത് ഒരു നിരപരാധിത്വം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാള് കള്ളനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിലേക്കാണ് എനിക്ക് എത്താൻ പറ്റുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമന്റുകളിൽ രേഖപ്പെടുത്താം, നമുക്ക് അവിടെ സംസാരിക്കാം. അപ്പൊ ശരി, ഗുഡ് ബൈ.